ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. നമ്മൾ മഹാഭാരതം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ചർച്ചയിൽ ഭഗവാൻ കൃഷ്ണനും പാണ്ഡവരും ഭീഷ്മരുടെ അടുത്ത് എത്തി ചോദിക്കുകയാണ്, അങ്ങേ എങ്ങനെയാണ് നമുക്ക് തോൽപ്പിക്കാൻ കഴിയുക? അത് വളരെ വിഷമത്തോടു കൂടിയാണ് പാണ്ഡവർ ചോദിച്ചത്. പക്ഷെ പാണ്ഡവരുടെ അവസ്ഥ മനസ്സിലാക്കി ഭീഷ്മർ അത് പറഞ്ഞു കൊടുക്കുകയാണ്. ശിഖണ്ഡിയെ മുൻനിർത്തി അർജുൻ പുറകിൽ കൂടെ യുദ്ധം ചെയ്താൽ മതി, അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ കഴിയാതെ ആ അസ്ത്രങ്ങൾ കൊണ്ട് ഞാൻ വീഴും എന്ന് ഭീഷ്മർ പറയുകയാണ്. കാരണം ഭീഷ്മരെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് പാണ്ഡവർ. ഭഗവാൻ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ അർജുൻ്റെ വധം ഉറപ്പായിരുന്നു. ആ രീതിയിലായിരുന്നു 9-ാം ദിവസത്തെ യുദ്ധം. ഇനി 10-ാം ദിവസത്തെ യുദ്ധത്തിൽ എങ്ങനെയാണ് പാണ്ഡവർ ഭീഷ്മരെ വീഴ്ത്തുന്നത്, പ്രത്യേകിച്ച് അർജുൻ ഭീഷ്മരെ ശരശയിലാക്കുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേ. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികേ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓമജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനശലാഖായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മह्यं ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോം ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീവിശാഖാന്വിതംശ്ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിനിതി നാമിനേ. നമാചാര്യപാദായ നിതായ കൃപപ്രദായിനി ഗൗരഗധാദാമുദായ നഗരഗ്രാമതാരിണി. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിനിതി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാദി പ്രചാരിണേ നിർവിശേഷശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതി ദിനാമിനേ. ശ്രീവാർഷവാനവീ ദേവീ ദയിതായ കൃപാബ്ദയേ കൃഷ്ണസംബന്ധ വിജ്ഞാനദായിനൈ പ്രഭവേ നമഃ. മാധുര്യോജ്വല പ്രേമാഢ്യ ശ്രീരൂപാനുഗഭക്തിദ ശ്രീഗൗരകരുണാശക്തി വിഗ്രഹായ നമോസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തേ ദീനതാരിണേ രൂപാനുഗവിരദവസിദ്ധാന്തദ്വന്ദ്വഹാരിണേ. നമോ ഗൗരകിശോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തയേ വിപ്രലംബ്രസാംബോധേ പാദാംബുജായതേ നമഃ. നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനേ ഗൗരശക്തിസ്വരൂപായ രൂപാനുഗവരായതേ. ഗൗരാവിർഭാവഭൂമേസ്തം നിർദ്ദേശസജ്ജനപ്രിയ വൈഷ്ണവസർവഭൗമാ ശ്രീജഗന്നാഥായ തേ നമഃ. നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണചൈതന്യനാമിനേ ഗൗരത്വസേ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തികം. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യൈവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. ജയതാം സുരതോ പങ്കോർമമ മന്ദമതേർഗതി മത്സർവസ്വപാദാംഭോജോ രാധാ മദനമോഹനോ. ദിവ്യവൃന്ദാരണ്യകൽപദ്രുമത ശ്രീമദ് രത്നാകാര സിംഹാസനസ്ഥോ ശ്രീമദ് രാധാ ശ്രീലഗോവിന്ദദേവോ പ്രേഷ്ഠാലഭേ സേവ്യമാനോ സ്മരാമി. ശ്രീമണ്ഡാസരസാരംഭി വംശീപടത്തടസ്ഥിത കർഷൻ വേണുസ്വനേർഗോപേർഗോപിനാഥ ശ്രീയസ്തുന.
तप्तकाञ्चन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरभक्तवृंद। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरभक्तवृंद। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। मूकं करोति वाचालं पङ्गुं लङ्घयति गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरं। हरि ओं तत्सत्। हरे कृष्ण। മഹാഭാരത യുദ്ധത്തിൽ 10-ാം ദിവസം രാവിലെ ഇരു പക്ഷത്തെ സൈനിക ശിബിരങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് വാദ്യോപകരണങ്ങൾ വായിക്കപ്പെട്ടു. കൊട്ടുപകരണങ്ങളും ഊത്തുകളും ശംഖുകളുമൊക്കെ. എല്ലാ യോദ്ധാക്കളും അവരവരുടെ കവചങ്ങളൊക്കെ അണിഞ്ഞ് അവരുടെ രക്തം പുരണ്ട ആയുധങ്ങളൊക്കെ, കാരണം തലേ ദിവസത്തെ യുദ്ധത്തിൽ പല യോദ്ധാക്കളെയും കൊന്ന് അവരുടെ രക്തം പുരണ്ട ആയുധങ്ങൾ എടുത്തുകൊണ്ട് യോദ്ധാക്കളെല്ലാവരും യുദ്ധത്തിലേക്ക് കടക്കുകയാണ്. പാണ്ഡവർ സൈന്യവ്യൂഹത്തിൻ്റെ ഏറ്റവും മുൻപന്തിയിൽ തന്നെ ശിഖണ്ഡിയെ രഥത്തിൽ നിർത്തുകയാണ്. ഭീമനും അർജുനും തൊട്ടുപുറകിൽ തന്നെ അവരുടെ രഥത്തിലും ഒരു കൂട്ടം യോദ്ധാക്കളുടെ സഹായത്തോടു കൂടി ശിഖണ്ഡിയെ സംരക്ഷിക്കാനായിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ തൊട്ടുപുറകിലായിട്ട് അഭിമന്യുവും ദ്രൗപദിയുടെ 5 പുത്രന്മാരുമുണ്ട്. ദ്രൗപദി ദേവിയുടെ 5 പുത്രന്മാർ. അതിൻ്റെ തൊട്ടുപുറകിലായിട്ട് പാഞ്ചാല ദേശത്തെ യോദ്ധാക്കൾ ദൃഷ്ടദ്യുമ്നെ നയിക്കുന്ന, പിന്നെ സാത്വികി, ചൈകിതാൻ, ഇവരെല്ലാവരും യുദ്ധത്തിനായിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഇതേപോലെ തന്നെ മറ്റ് പല ശക്തരായിട്ടുള്ള യോദ്ധാക്കൾ, മഹാരഥന്മാരും പ്രധാനപ്പെട്ട സ്ഥാനത്ത് നിന്ന് യുദ്ധം ചെയ്യാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ്. വളരെ സന്തോഷത്തോടു കൂടി അവർ കൗരവ സൈന്യത്തിനെതിരെ ആക്രമിക്കുകയാണ്. ഇതേ സമയത്ത് കൗരവ വ്യൂഹത്തിൻ്റെ മധ്യത്തിലായിട്ട് ഭീഷ്മർ നിൽക്കുകയാണ്. ദുര്യോധൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തരായിട്ടുള്ള യോദ്ധാക്കളോട് ഭീഷ്മറിന് ചുറ്റും വളഞ്ഞ് ഭീഷ്മരെ സംരക്ഷിക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തു. ദുര്യോധനൻ അറിയായിരുന്നു പാണ്ഡവർ എന്തായാലും ഭീഷ്മരെ വീഴ്ത്താൻ തന്നെയായിരിക്കും ശ്രമിക്കുന്നത്. കാരണം ഭീഷ്മരെ വീഴുന്നത് വരെ പാണ്ഡവർക്ക് ഒരിക്കലും വിജയിക്കാൻ കഴിയില്ല എന്ന് ദുര്യോധനും അറിയാമായിരുന്നു. ദുര്യോധൻ സ്വയം എപ്പോഴും ഭീഷ്മ പിതാമഹൻ്റെ അടുത്ത് തന്നെ നിന്നു. പാണ്ഡവരുടെ ഓരോ നീക്കങ്ങളെയും സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ 10-ാം ദിവസം 2 സൈനികരും ഏറ്റുമുട്ടുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാനും ഇടിക്കാനും കുത്താനും വെട്ടാനും കൊല്ലാനും തുടങ്ങി. ഭീഷ്മർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു ഇത് ഭീഷ്മരുടെ അവസാനത്തെ ദിവസമാണ്. അതുകൊണ്ട് ഏറ്റവും സാഹസികമായിട്ടുള്ള രീതിയിലായിരുന്നു ഭീഷ്മരുടെ യുദ്ധം. ഭീഷ്മർ വിചാരിച്ചു, അഥവാ ഞാൻ ഇന്ന് വീഴുകയാണെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ തന്നെ യുദ്ധം ചെയ്തിട്ട് വീഴണം എന്ന് ഭീഷ്മർ തീരുമാനിച്ചു. അസംഖ്യം അസ്ത്രങ്ങൾ പാണ്ഡവ സൈനികർക്കെതിരെ ഭീഷ്മർ എറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അസംഖ്യം യോദ്ധാക്കൾ, കുതിരപ്പടയാളികൾ, ആനപ്പുറത്ത് ഇരുന്നു കൊണ്ട് യുദ്ധം ചെയ്യുന്ന പടയാളികൾ എല്ലാവരും മരിച്ചു എന്നുള്ളതാണ്. എല്ലാവർക്കും തോന്നി ഭീഷ്മർ ഒരേ സമയത്ത് യുദ്ധത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും ഉണ്ടോ എന്ന് തോന്നി. അഞ്ച് പാണ്ഡവരും കൂടെ ചേർന്ന്
ഭീഷ്മരെ ആക്രമിക്കാനായിട്ട് ആരംഭിച്ചു. ഉള്ളിൽ അവർക്കെല്ലാവർക്കും ഭീഷ്മരോട് വലിയ ബഹുമാനമായിരുന്നു. പക്ഷെ എന്നാലും അവർക്ക് യുദ്ധം ചെയ്തേ പറ്റൂ. കാരണം ഭീഷ്മർ വലിയൊരു കാട്ടുതീയെ പോലെ പാണ്ഡവ സൈന്യത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭീമൻ്റെയും അർജുൻ്റെയും മധ്യത്തിലായിട്ട് ശിഖണ്ഡി അലറിക്കൊണ്ട് ഭീഷ്മരെ വെല്ലുവിളിക്കുകയാണ്. 3 അസ്ത്രങ്ങൾ ഭീഷ്മർക്കെതിരെ എറിഞ്ഞു എന്നുള്ളതാണ്. അത് ഭീഷ്മരുടെ കവചത്തെ തുളച്ച് ഭീഷ്മരുടെ നെഞ്ചത്ത് കുത്തിക്കയറുകയാണ്. ഭീഷ്മർക്ക് ദേഷ്യം വന്നു. പക്ഷെ ചെറുതായിട്ടൊന്ന് ചിരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ശിഖണ്ഡി, ഞാൻ നിന്നെ ഒരിക്കലും ആക്രമിക്കത്തില്ല. നീ ഇപ്പോഴും ഈ സൃഷ്ടികർത്താവ് നിന്നെ എങ്ങനെയാണോ സൃഷ്ടിച്ചത് അതേപോലെ തന്നെയാണ്. അതുകൊണ്ട് നിനക്ക് എന്നോട് യുദ്ധം ചെയ്യാനുള്ള കഴിവില്ല. ഇത് കേട്ടപ്പോൾ ശിഖണ്ഡിക്ക് ഒരുപാട് ദേഷ്യം വന്നു. എന്നിട്ട് ഭീഷ്മരോട് പറഞ്ഞു, നീ ക്ഷത്രിയ കുലത്തിൻ്റെ നാശകനാണ്. ഞാൻ കേട്ടിരിക്കുന്നു നീ പരശുരാമനുമായിട്ട് യുദ്ധം ചെയ്തുവെന്നു. ഞാൻ സ്വയം നിൻ്റെ ആ ശക്തിയെല്ലാം കണ്ടതാണ്. പക്ഷെ ഞാൻ ഇന്ന് നീയുമായിട്ട് യുദ്ധം ചെയ്യാൻ പോവുകയാണ്. നീ യുദ്ധം ചെയ്താലും ഇല്ലെങ്കിലും ഞാൻ ഇന്ന് നിന്നെ വധിക്കാൻ പോവുകയാണ്. ഇതുറപ്പാണ്. അതുകൊണ്ട് ഈ ലോകത്തെ നീ നന്നായിട്ടൊന്ന് നോക്കിക്കൊള്ളൂ. കാരണം ഇത് നിൻ്റെ അവസാനത്തെ യുദ്ധമാണ്. എന്നിട്ട് ശിഖണ്ഡി 5 അസ്ത്രങ്ങൾ ഭീഷ്മർക്കെതിരെ എറിച്ചു. അത് ഭീഷ്മരുടെ തോളത്ത് കുത്തിക്കയറുകയാണ്. എന്നിട്ടും ഭീഷ്മർ അവിടുന്ന് മാറി നിൽക്കുകയാണ്. എന്നിട്ട് ശിഖണ്ഡിക്ക് ചുറ്റുമുള്ള യോദ്ധാക്കളെ ആക്രമിച്ചുകൊണ്ടേയിരുന്നു. അർജുൻ ശിഖണ്ഡികയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ശിഖണ്ഡി, നീ തുടർച്ചയായിട്ട് പിതാമഹനെ ആക്രമിച്ചുകൊണ്ടിരിക്കണം. അദ്ദേഹം ഒരിക്കലും നിന്നെ ആക്രമിക്കത്തില്ല. ബാക്കിയുള്ള എല്ലാ യോദ്ധാക്കളിൽ നിന്നും ഞാൻ നിന്നെ സംരക്ഷിച്ചോളാം. ഇന്ന് ഭീഷ്മരെ നമുക്ക് വീഴ്ത്തിയേ പറ്റൂ, അല്ലെങ്കിൽ നമ്മുടെ യോദ്ധാക്കൾ എല്ലാവരും ഇന്ന് മരിച്ചു വീഴുന്നതായിരിക്കും. ശിഖണ്ഡി ഭീഷ്മരുമായിട്ടുള്ള ഒരു യുദ്ധത്തിന് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. തുടർച്ചയായിട്ട് പിതാമഹനെതിരെ അസ്ത്രങ്ങൾ അയക്കാൻ തുടങ്ങി. അസ്ത്രങ്ങളെ കൊണ്ട് മൂടി ഭീഷ്മരെ. പക്ഷെ എന്നിട്ടും ഭീഷ്മർ തിരിച്ച ഒരു ആക്രമണവും ചെയ്തില്ല. മുന്നോട്ടും പുറമോട്ടും വട്ടത്തിലും കറങ്ങിക്കൊണ്ട് ഭീഷ്മർ ശിഖണ്ഡിയായിട്ടുള്ള യുദ്ധം എങ്ങനെയെങ്കിലും തടയാൻ, മറികടക്കാൻ ശ്രമിച്ചു. അതേ സമയത്ത് മറ്റുള്ള പാണ്ഡവ സൈനികർക്കെതിരെ അസ്ത്രങ്ങൾ എറിഞ്ഞുകൊണ്ടേയിരുന്നു. ഭീഷ്മരെ സഹായിക്കാനായിട്ട് ഒരു കൂട്ടം പടയാളികളുണ്ടായിരുന്നു. ആനപ്പുറത്ത് യുദ്ധം ചെയ്യുന്ന യോദ്ധാക്കളുണ്ടായിരുന്നു. ആയിരക്കണക്കിന് തേരാളികളുണ്ടായിരുന്നു. ദുര്യോധൻ സ്വയം ഒരു കൂട്ടം യോദ്ധാക്കളുമായിട്ട് ഭീഷ്മരെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാ ദിശകളിൽ നിന്നും ഭീഷ്മർക്ക് എല്ലാ തരത്തിലുള്ള സംരക്ഷണവും ലഭിക്കാനായിട്ട്. അലറിക്കൊണ്ട് അർജുൻ വീണ്ടും വീണ്ടും മുന്നോട്ട് വന്നു. അസംഖ്യം അസ്ത്രങ്ങൾ എറിഞ്ഞുകൊണ്ടേയിരുന്നു. കൗരവ സൈന്യത്തിൻ്റെ മധ്യത്തിലൂടെ അർജുന് മുന്നോട്ട് പോകാൻ ഒരു വഴി തന്നെ നിർമ്മിച്ചു. ആ ഇടയ്ക്ക് വരുന്ന എല്ലാവരെയും കൊന്ന് വീഴ്ത്തിക്കൊണ്ട്. ഇത് കണ്ടിട്ട് ദുര്യോധനന് വലിയ ഭയം തോന്നി. ദുര്യോധൻ ഭീഷ്മരോട് പറഞ്ഞു, പിതാമഹ, അങ്ങ് കണ്ടില്ലേ നമ്മുടെ സൈനികരെ അർജുൻ തീർക്കുന്നത്? അങ്ങല്ലാതെ നമുക്ക് വേറെ ആരുമില്ല. എന്നിട്ട് ഭീഷ്മർ ദുര്യോധനെ നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പേ നിന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു. എല്ലാ ദിവസവും 10,000 യോദ്ധാക്കളെ കൊല്ലുമെന്ന്. ഞാൻ ആ പ്രതിജ്ഞ എന്നും പാലിച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് അവസാനമായിട്ട് നിന്നോടൊരു കാര്യം പറയാം. ഇന്നത്തെ ദിവസം ഒന്നുകിൽ ഞാൻ പാണ്ഡവരെ കൊല്ലും, അല്ലെങ്കിൽ ഞാൻ അവരാൽ വധിക്കപ്പെടും. അതോടുകൂടി നിന്നോടുള്ള എല്ലാ കടപ്പാടും ഞാൻ തീർക്കുന്നതായിരിക്കും. നീ നൽകിയ ഭക്ഷണത്തിൻ്റെ കണക്കും എല്ലാം ഇന്നത്തോടു കൂടി തീർക്കും എന്ന് പറഞ്ഞു. വേറൊരു വാക്കും മിണ്ടാതെ ഭീഷ്മർ മുന്നോട്ട് പോയി. അസംഖ്യം അസ്ത്രങ്ങൾ പാണ്ഡവ സൈനികർക്കെതിരെ എറിയാൻ തുടങ്ങി. സൂര്യൻ എങ്ങനെയാണോ ഈ ഭൂമിയിലുള്ള ജലാംശത്തെ മുഴുവൻ വലിച്ചൂറ്റുന്നത്, അതേപോലെ യോദ്ധാക്കളുടെ എല്ലാ ശക്തിയെയും ഭീഷ്മരുടെ ശക്തി കൊണ്ട് വലിക്കുകയായിരുന്നു.
10,000 ആനകളെയും 10,000 രഥങ്ങളെയും അതുകൂടാതെ 1,00,000 പടയാളികളെയും അദ്ദേഹം തീർത്തു എന്നുള്ളതാണ്. ഈ അവസാനത്തെ യുദ്ധത്തിൽ പാണ്ഡവർക്ക് ഭീഷ്മരെ നോക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. അർജുൻ വീണ്ടും ശിഖണ്ഡിയുടെ അടുത്ത് പറഞ്ഞു, നീ വേഗം ഭീഷ്മരുടെ അടുത്ത് പോ, ഭയപ്പെടാതെ, ഞാൻ ആളിനെ വീഴ്ത്തുന്നതായിരിക്കും, രഥത്തിൽ നിന്ന് വീഴ്ത്തുന്നതായിരിക്കും എന്ന് പറഞ്ഞു. ശിഖണ്ഡി വീണ്ടും വീണ്ടും ഭീഷ്മരെ ഇങ്ങനെ വെല്ലുവിളിച്ചുകൊണ്ടേയിരുന്നു. ഒപ്പം തന്നെ ദൃഷ്ടദ്യുമ്നൻ, അഭിമന്യു, ദ്രുപദൻ, വിരാടൻ, അർജുൻ, യുധിഷ്ഠിരൻ, നകുല സഹദേവന്മാരെല്ലാവരും ഒത്തൊരുമിച്ച് ഭീഷ്മർക്കെതിരെ യുദ്ധം ചെയ്യാൻ തുടങ്ങി. പക്ഷേ കൗരവ സൈന്യം അവരെ തടഞ്ഞു. അങ്ങനെ ഇരുപക്ഷമായിട്ട് വലിയ ഭയാനകമായിട്ടുള്ള യുദ്ധം നടക്കുകയാണ്. അസ്ത്രങ്ങളും കുന്തങ്ങളും ഗദകളും ഒക്കെ വായിലൂടെ ഇങ്ങനെ പറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിമുട്ടുകയാണ്. അത് കൊള്ളുന്ന യോദ്ധാക്കളും വിളിച്ചു കൂവിക്കൊണ്ടിരിക്കുന്നു, വേദന കൊണ്ട് പിടഞ്ഞുകൊണ്ടിരിക്കുന്നു. ശിഖണ്ഡി മുന്നിൽ നിൽക്കെ അർജുൻ ഭീഷ്മരുടെ അടുത്തേക്ക് എത്തി. അർജുൻ ഉറച്ച തീരുമാനത്തോടുകൂടി ഭീഷ്മരുടെ അടുത്തേക്ക് വരുന്നത് കണ്ടിട്ട് ദുശാസനൻ അവിടെ ഇടയ്ക്ക് വന്നു. എന്നിട്ട് അർജുനെ തടഞ്ഞു ഒരു കൂട്ടം അസ്ത്രങ്ങളാൽ. എല്ലാ തരത്തിലുള്ള ഭയവും മാറ്റി ദുശാസൻ ധൈര്യത്തോടു കൂടി അർജുനെ വെല്ലുവിളിക്കുകയാണ്. രണ്ടുപേരും തമ്മിൽ വളരെ ഭയാനകമായിട്ടുള്ള യുദ്ധം നടക്കുകയാണ്. ദുശാസൻ അർജുനെതിരെ 25 അസ്ത്രങ്ങൾ അയച്ചു. എന്നിട്ട് ഭഗവാൻ കൃഷ്ണനെ 3 അസ്ത്രങ്ങൾ ഭഗവാനെതിരെ എറിഞ്ഞു. ഭഗവാൻ കൃഷ്ണന് 3 അസ്ത്രങ്ങൾ കൊണ്ടു എന്ന് കണ്ടപ്പോൾ അർജുന് ദേഷ്യമായി. അർജുൻ 100 അസ്ത്രങ്ങൾ ദുശാസനെതിരെ എറിഞ്ഞു എന്നുള്ളതാണ്. ആ 100 അസ്ത്രങ്ങൾ ദുശാസൻ്റെ കവചത്തെ തകർത്ത് അത് നേരെ ദുശാസൻ്റെ ശരീരത്തെ കുത്തി തുളച്ച് അകത്തോട്ട് കയറി. അവൻ വേദന കൊണ്ട് പിടയാൻ തുടങ്ങി. പക്ഷെ എന്നിട്ടും ഒട്ടും താമസിക്കാതെ ദുശാസനൻ 3 അസ്ത്രങ്ങൾ അർജുൻ്റെ നെറ്റി നോക്കി അയക്കുക എന്നുള്ളതാണ്. നെറ്റി കുത്തി തുളച്ച് ആ അസ്ത്രം കയറിപ്പോവുകയാണ് 3 അസ്ത്രങ്ങൾ. എന്നിട്ട് നെറ്റി പൊട്ടി ചോര ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അർജുൻ ഒന്ന് ചിരിച്ചിട്ട് അർജുൻ ദുശാസൻ്റെ വില്ല് 3 അസ്ത്രങ്ങൾ കൊണ്ട് തകർക്കുകയാണ്. അതുകൂടാതെ 50 കൂടത്തിൻ്റെ ആകൃതിയിലുള്ള അസ്ത്രം, അതിൻ്റെ മുനഭാഗത്ത് കൂടം പോലെ ഇരിക്കും, അതായത് ഈ വലിയ പാറ പൊട്ടിക്കുന്ന കൂടം പോലെ, അങ്ങനെ ഒരു ആകൃതിയിലുള്ള അസ്ത്രങ്ങൾ 50 അസ്ത്രങ്ങൾ അയച്ച് ദുശാസൻ്റെ രഥത്തെ തകർക്കുകയാണ്. അതിനുശേഷം അർജുൻ നല്ല മൂർച്ചയുള്ള ഒരു 100 അസ്ത്രങ്ങൾ ദുശാസൻ്റെ രഥത്തെ നോക്കി വീണ്ടും അയക്കുകയാണ്. അപ്പോൾ ആ രഥം തകർന്ന് തരിപ്പണമാവുകയാണ്. പക്ഷെ എന്നിട്ടും ദുശാസനൻ ഒട്ടും അനങ്ങാതെ അർജുനെതിരെ അസ്ത്രങ്ങൾ അയച്ചുകൊണ്ടേയിരുന്നു. അർജുൻ അയക്കുന്ന എല്ലാ അസ്ത്രത്തെയും തടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ദുശാസനൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൗരവ യോദ്ധാക്കളും ദുശാസനെ പ്രശംസിച്ചു. ആ പ്രശംസയെല്ലാം കേട്ടിട്ട് ദുശാസൻ്റെ ശൗര്യം ഇനിയും വർദ്ധിച്ചു. വീണ്ടും ഒരു 20 അസ്ത്രം അർജുനെതിരെ അയക്കുകയാണ്. ആ അസ്ത്രങ്ങൾ കൊണ്ട് അർജുൻ വല്ലാതെ ബുദ്ധിമുട്ടുകയാണ്. ആ ദേഷ്യത്താൽ അർജുനൻ ഒരു കൂട്ടം അസ്ത്രങ്ങളെ ദുശാസനെതിരെ അയക്കുകയാണ്. ആ അസ്ത്രങ്ങൾ കൊണ്ട് അവസാനം ദുശാസൻ അവിടുന്ന് ഓടേണ്ടി വന്നു. ആ അസ്ത്രങ്ങളെ കൊണ്ട് ദുശാസൻ്റെ ശരീരം മൊത്തം നിറഞ്ഞു, കുത്തിക്കേറി അവസാനം അവന് അവിടുന്ന് ഭീഷ്മരുടെ രഥത്തിൽ കയറി ഓടേണ്ടി വന്നു. അങ്ങനെ ഇരുപക്ഷത്തെയും പ്രധാന യോദ്ധാക്കൾ വളരെ ശക്തമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ
ഭീഷ്മരെ സഹായിക്കാനായിട്ട് അവിടെ ദുര്യോധൻ, ദ്രോണാചാര്യർ, കൃപാചാര്യൻ, അശ്വത്ഥാമാവ് എല്ലാവരും അവിടെ എത്തിയെന്നുള്ളതാണ്. പക്ഷെ അതേ സമയത്ത് പാണ്ഡവരെ സഹായിക്കാൻ ദൃഷ്ടദ്യുമ്നൻ, ശിഖണ്ഡി, സാത്വികി, അഭിമന്യു ഇവരെല്ലാവരും കൂടെ ഒത്തുകൂടി യുദ്ധം ചെയ്യുകയാണ്. ദേവന്മാരും അസുരന്മാരുമായിട്ടുള്ള യുദ്ധം പോലെ തോന്നി എല്ലാവർക്കും. ഇത് കണ്ടിട്ട് ദ്രോണാചാര്യർ അശ്വത്ഥാമനോട് പറഞ്ഞു, അശ്വത്ഥാമ, ഇന്ന് ഭീഷ്മരെ വീഴ്ത്താൻ തന്നെയാണ് അർജുൻ്റെ പദ്ധതി. വീണ്ടും വീണ്ടും അർജുൻ കണ്ടില്ലേ, പിതാമഹനെ തന്നെയാണ് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് ശിഖണ്ഡിയെ മുൻനിർത്തി. എനിക്ക് ഒരുപാട് ദുർനിമിത്തങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. എൻ്റെ ആവനാഴിയിൽ നിന്നും അസ്ത്രങ്ങൾ താഴെ വീഴുന്നു. അത് നേരെ ചൊവ്വ എനിക്ക് വില്ലിൽ പിടിച്ച് കോർക്കാൻ കഴിയുന്നില്ല. എൻ്റെ ഉത്സാഹം കെടുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. പല പല ഭീകര മൃഗങ്ങളുടെയും കരച്ചിൽ ഞാൻ കേൾക്കുന്നു. ഭൂമി പോലും കരയുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നു. സൂര്യൻ്റെ പ്രകാശവും മങ്ങുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. എല്ലാവരും വളരെ നല്ല തിളക്കമുള്ള കവചമാണ് ഇട്ടിട്ടുള്ളതെങ്കിലും നമ്മുടെ കൗരവപക്ഷത്തെ ആ ഒരു യോദ്ധാക്കളിൽ ഒരു തേജസ്, ഒരു ചൈതന്യം ഞാൻ കാണുന്നില്ല. ഇതെല്ലാം ഒരു ഭീഷ്മരുടെ വീഴ്ചയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ദ്രോണാചാര്യർ പറഞ്ഞു, അശ്വത്ഥാമ, നീ പോയി അർജുനെ വെല്ലുവിളിക്കൂ. ഇപ്പോൾ നമ്മുടെ സ്വന്തം പ്രാണനെക്കുറിച്ച് ചിന്തിക്കേണ്ട സമയമല്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ ധനഞ്ജയനുമായിട്ട് യുദ്ധം ചെയ്യാൻ പറഞ്ഞു. നീ എത്രയും പെട്ടെന്ന് പോയി നിൻ്റെ കഴിവിൻ്റെ പരമാവധി നീ യുദ്ധം ചെയ്യാൻ പറഞ്ഞു. ഉടൻ തന്നെ അശ്വത്ഥാമാവ് അവിടെ എത്തുകയാണ്. അശ്വത്ഥാമാവിനെ സഹായിക്കാനായിട്ട് ശല്യൻ, കൃപാചാര്യൻ, ഭാഗദത്തൻ, അതുകൂടാതെ 6 കൗരവ മഹാരഥന്മാരും അവിടെ ചെല്ലുകയാണ്. ഇവരെല്ലാവരും കൂട്ടത്തോടെ അർജുനെ ആക്രമിക്കുകയാണ്. ഭീമൻ ഇവരുടെ ഉദ്ദേശത്തെ മനസ്സിലാക്കി ഇവരെ ആദ്യമേ വെല്ലുവിളിക്കുകയാണ്. അങ്ങനെ ആ 10 യോദ്ധാക്കളും ഒരുമിച്ച് ഭീമനെതിരെ യുദ്ധം ചെയ്യുകയാണ്. പക്ഷെ എന്നിട്ടും ഭീമൻ ഒരു കുലുക്കവും ഇല്ലാതെ അവരുമായിട്ട് യുദ്ധം ചെയ്യുകയാണ്. സ്വന്തം അസ്ത്രങ്ങൾ കൊണ്ട് ഈ ഓരോ യോദ്ധാക്കളെയും നന്നായി മുറിവേൽപ്പിച്ചു ഭീമൻ. ഭീമൻ ഒറ്റയ്ക്ക് തന്നെ അവരെ എല്ലാവരും കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല സന്തോഷത്തോടുകൂടി ഭീമൻ അത് തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ യുദ്ധം മുന്നോട്ട് പോയപ്പോൾ അർജുൻ ഭീഷ്മരിലേക്ക് എല്ലാ ശ്രദ്ധയും കേന്ദ്രീകരിച്ചു. സുശർമ്മൻ്റെ സഹോദരനായ ചിത്രസേനെയും ഏകദേശം കീഴ്പ്പെടുത്തി അർജുൻ ഭീഷ്മർക്കെതിരെ തിരിയുകയാണ്. ഉടൻ തന്നെ ഭാഗദത്തൻ്റെ ആനയെ അർജുൻ്റെ വഴിയിൽ തടഞ്ഞു നിർത്തുകയാണ്. അർജുനെ തടയുകയാണ്. പക്ഷെ ഒരു കൂട്ടം അസ്ത്രങ്ങൾ എറിഞ്ഞുകൊണ്ട് അതിവേഗതയിൽ ഒരു കൂട്ടം അസ്ത്രങ്ങൾ എറിഞ്ഞ് ആ ആനയെ അവിടെ നിന്ന് ഓട്ടിക്കുകയാണ് അർജുൻ. വീണ്ടും ശിഖണ്ഡി ഭീഷ്മരുടെ മുമ്പിലായി. ശിഖണ്ഡി ഒരു കൂട്ടം അസ്ത്രങ്ങൾ ഭീഷ്മരുടെ രഥത്തിലേക്ക് എറിഞ്ഞു. എന്നിട്ടും ഭീഷ്മർ തിരിച്ച് യുദ്ധം ചെയ്തില്ല. ആ അസ്ത്രങ്ങളെയെല്ലാം സഹിച്ചുകൊണ്ടിരുന്നു ഭീഷ്മർ. അതേ സമയത്ത് അർജുനെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ യോദ്ധാക്കളെയും ഭീഷ്മർ വധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭീഷ്മരുടെ മുമ്പിൽ വരുന്ന ആർക്കും രക്ഷപ്പെടാൻ കഴിയുന്നില്ലായിരുന്നു. അർജുന് മാത്രമേ ഭീഷ്മരുടെ ഈ ആക്രമണത്തെ തടയാൻ കഴിയുമായിരുന്നു. ശിഖണ്ഡിക്കും മാത്രം. പക്ഷെ ശിഖണ്ഡിക്ക് ഒരു മുറിവ് പോലും ഏറ്റില്ല. അങ്ങനെ ശിഖണ്ഡിയും അർജുനും മാത്രം ഭീഷ്മരുടെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. ശിഖണ്ഡി ഭീഷ്മരുടെ നെഞ്ചത്ത് നോക്കി ഒരു 10 അസ്ത്രങ്ങൾ അയക്കുകയാണ്. ഭീഷ്മർ ശിഖണ്ഡിയെ ഒന്ന് തുറച്ചു നോക്കി. പക്ഷെ എന്നിട്ടും ആക്രമിച്ചില്ല. അർജുൻ വീണ്ടും വീണ്ടും ശിഖണ്ഡിയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരുന്നു. ശിഖണ്ഡി വീണ്ടും വീണ്ടും അതിതീക്ഷ്ണമായിട്ടുള്ള അസ്ത്രങ്ങൾ അയക്കാൻ തുടങ്ങി. അതേ സമയത്ത് അർജുനും പുറകിൽ കൂടെ അസ്ത്രങ്ങൾ അയക്കാൻ തുടങ്ങി. ഭീഷ്മർ അർജുനുമായിട്ട് മാത്രം യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു. ശിഖണ്ഡി അയക്കുന്ന അസ്ത്രങ്ങളെ ഗൗരവത്തോടുകൂടി എടുത്തില്ല. പക്ഷെ ശിഖണ്ഡി അയക്കുന്ന അസ്ത്രങ്ങളും ഭീഷ്മരെ
ഭീഷ്മരുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും നന്നായി വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അർജുനും ശിഖണ്ഡിയും ഒരുമിച്ച് ഭീഷ്മരെ യുദ്ധം ചെയ്യാൻ തുടങ്ങി, ഭീഷ്മർക്കെതിരെ. ദുശാസൻ വീണ്ടും അവിടെ എത്തി ഭീഷ്മരെ രക്ഷിക്കാനായിട്ട്. അപ്പോൾ കൗരവരെല്ലാവരും പ്രശംസിച്ചു ദുശാസനെ. ദുശാസൻ ഒറ്റയ്ക്ക് ശിഖണ്ഡിയെയും അർജുനുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് ഒരു കൂട്ടം യോദ്ധാക്കൾ അർജുനെ സഹായിക്കാനായിട്ട് അവിടെ എത്തി. പക്ഷെ ദുശാസൻ അവരെ എല്ലാം ഒട്ടിച്ചു എന്നുള്ളതാണ്. ദുശാസൻ്റെ എല്ലാ ശക്തിയും ആർജിച്ച് യുദ്ധം ചെയ്യാൻ തുടങ്ങി. ഉടൻ തന്നെ ദുര്യോധൻ കൂടുതൽ യോദ്ധാക്കളെ അയക്കുകയാണ് ഭീഷ്മരെ സംരക്ഷിക്കാനായിട്ട്. ഇത് കണ്ടിട്ട് അർജുന് ദേഷ്യം വന്നു. എല്ലാ ക്ഷമയും കെട്ട് അർജുൻ ഒരു കൂട്ടം അസ്ത്രങ്ങൾ ദുശാസനെ എതിരെ എറിഞ്ഞു എന്നുള്ളതാണ്. അത് ഇടി പോലെയാണ് ദുശാസൻ്റെ ദേഹത്ത് കൊണ്ടത്. അതുകൊണ്ട് ഇടി വെട്ടുന്ന പോലെ അത് ദുശാസൻ്റെ കവചത്തെ തകർത്ത് അത് ഭൂമിയിലേക്ക് വീഴുകയാണ്. അതിനോടൊപ്പം തന്നെ ദുശാസൻ അവിടുന്ന് രഥത്തിൽ ചാടി ഒറ്റ ഓട്ടമാണ്. പക്ഷെ ആ സമയം കൊണ്ട് ഒരുപാട് യോദ്ധാക്കൾ ഭീഷ്മരെ രക്ഷിക്കാനായിട്ട് വന്നു. പല പല പ്രദേശങ്ങളിൽ നിന്നുള്ള യോദ്ധാക്കൾ അവരുടെ കുന്തവും പല പല ആയുധങ്ങളും കൊണ്ട് അർജുനെ ആക്രമിക്കുകയാണ്. ഒരുപാട് യോദ്ധാക്കൾ അലറിക്കൊണ്ട് അർജുനെതിരെ അവരുടെ കുന്തങ്ങളൊക്കെ എറിയുകയാണ്. പക്ഷെ ഒട്ടും ഭയപ്പെടാതെ അർജുൻ അവർക്കെതിരെ എല്ലാം അസ്ത്രങ്ങൾ അയക്കുകയാണ്. പ്രത്യേക മന്ത്രങ്ങൾ ആവാഹിച്ചുകൊണ്ട് ചില അസ്ത്രങ്ങൾ അയക്കുകയാണ്. അങ്ങനെ ആയിരക്കണക്കിന് എതിരാളികൾ എല്ലാവരും വീണുകൊണ്ടേയിരിക്കുകയാണ് അർജുനെതിരെ. ആർക്കും അതിലെ സഞ്ചരിക്കാൻ പോലും പറ്റാത്ത വിധം അവിടെ ശവങ്ങളെ കൊണ്ട് നിറഞ്ഞു എന്നുള്ള. ഇനി അഥവാ ആരെങ്കിലും രക്ഷപ്പെടുകയാണെങ്കിൽ അവരെല്ലാവരും അവിടെ നിന്ന് ഓടി എന്നുള്ളതാണ്. എന്നിട്ട് അർജുൻ വീണ്ടും ഭീഷ്മർക്കെതിരെ തിരിഞ്ഞു. അപ്പോൾ ഭീഷ്മരെ സഹായിക്കാനായിട്ട് ദുര്യോധൻ, കൃപാചാര്യൻ, ശല്യൻ, ധൃതരാഷ്ട്രരുടെ പുത്രന്മാരും അവിടെ എത്തിയിരിക്കുകയാണ്. അവരെല്ലാവരും അർജുനെതിരെ യുദ്ധം ചെയ്യാം. ആ സമയത്ത് 4 പാണ്ഡവരും അവിടെ എത്തി ഭീഷ്മരെ സംരക്ഷിക്കുന്ന എല്ലാ യോദ്ധാക്കളുമായിട്ട് യുദ്ധം ചെയ്യുകയാണ്. ഒരുപാട് കൗരവ യോദ്ധാക്കൾ പാണ്ഡുപുത്രന്മാരുടെ യുദ്ധത്താൽ മരിച്ചു വീഴുകയാണ്. ഭീഷ്മരും അർജുനും 2 സിംഹങ്ങളെപ്പോലെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 പേർക്കും എതിരാളിയുടെ ഒരു ബലഹീനതയോ പാളിച്ചകളോ കാണാൻ കഴിയുന്നില്ല. 2 പേരും ദിവ്യാസ്ത്രങ്ങൾ ആവാഹിച്ചു അത് വെച്ച് യുദ്ധം ചെയ്യുകയായിരുന്നു. 2 പേരും എതിരാളിയുടെ ആ ശൗര്യത്തെ പ്രശംസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അർജുനൻ ഭീഷ്മരുടെ രഥത്തെ അസ്ത്രങ്ങൾ കൊണ്ട് മൂടി. ഈ സമയത്ത് പാണ്ഡവപക്ഷത്തുള്ള ബാക്കിയുള്ള യോദ്ധാക്കൾ അർജുനെ സഹായിക്കാനായിട്ട് എത്തി. അസംഖ്യം രഥങ്ങൾ, ഭീമൻ, നകുല സഹദേവന്മാർ, ദൃഷ്ടദ്യുമ്നൻ, സാത്വികി, അഭിമന്യു, ഘടോത്കചൻ, ഇങ്ങനെ വേറെയും പാണ്ഡവ യോദ്ധാക്കൾ അതിശക്തമായിട്ട് കൗരവരെ അടിച്ചമർത്താൻ തുടങ്ങി. ദുര്യോധൻ്റെ കൂട്ടത്തിലുള്ള പ്രധാന യോദ്ധാക്കളും ഇവരുമായിട്ട് ഏറ്റുമുട്ടാൻ തുടങ്ങി. ഭീഷ്മർ എങ്ങനെയൊക്കെയോ അർജുൻ്റെ ആ അസ്ത്രങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടിട്ട് ഭീഷ്മർക്കെതിരെ വരുന്ന എല്ലാവരെയും കൊന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിമൂർച്ചയുള്ള ഒരു അസ്ത്രം കൊണ്ട് സദാനികൻ, അതായത് വിരാട് രാജാവിൻ്റെ സഹോദരനെ വധിച്ചു. ഭീഷ്മര് ഒരു കൂട്ടം അസ്ത്രങ്ങളാൽ സദാനികൻ്റെ കൂട്ടത്തിലുള്ള ആ സൈന്യ വിഭാഗത്തെ മൊത്തത്തിൽ, ഒരു കൂട്ടം തേരാളികളുള്ള ആ വിഭാഗത്തെ മുഴുവൻ തീർത്തു എന്നുള്ളതാണ്. ഇതിനോടൊപ്പം തന്നെ അർജുൻ്റെ അസ്ത്രങ്ങളെ തടുത്തുകൊണ്ടും ഇരിക്കുകയായിരുന്നു. ഒരേ സമയത്ത് 100 കണക്കിന് ആൾക്കാരുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭീഷ്മർ.
ഭീഷ്മരെ കണ്ടപ്പോൾ ഭീഷ്മരുടെ ചെറുപ്പത്തിലേക്ക് തിരിച്ചെത്തിയോ എന്ന് എല്ലാവർക്കും തോന്നുകയായിരുന്നു. പക്ഷേ ഭീഷ്മരുടെ ഒരു ആക്രമണവും കിട്ടാത്ത ശിഖണ്ഡി വീണ്ടും ഭീഷ്മരുടെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഭീഷ്മരെ വീണ്ടും വീണ്ടും തുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ശിഖണ്ഡിയെ. പക്ഷെ എന്നിട്ടും ഭീഷ്മര് പാണ്ഡവ സൈന്യത്തെ തീർക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. ഭീഷ്മര് ചിന്തിക്കുകയാണ്, പാണ്ഡവരെന്തോ തീരുമാനിച്ചതുപോലെയാണ്, ഇന്ന് ഭീഷ്മരെ വീഴ്ത്താനുള്ള എല്ലാ തയ്യാറെടുപ്പിലുമാണ്. അതുകൊണ്ട് എല്ലാ ഭാഗത്തു നിന്നും ഭീഷ്മരെ വളഞ്ഞു എന്നുള്ളതാണ്. എല്ലാ ഭാഗത്തു നിന്നും പാണ്ഡവർ പലതരത്തിലുള്ള ആയുധങ്ങളെടുത്ത് ഭീഷ്മർക്കെതിരെ എറിയുകയാണ്. പക്ഷെ ഭീഷ്മർ ചിരിച്ചുകൊണ്ട് ആ ആയുധങ്ങളെല്ലാം തകർക്കുകയാണ്. ഒരുപാട് അസ്ത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തെ തുളച്ചു കയറി. പക്ഷേ വേദനയൊന്നും വകവയ്ക്കാതെ അദ്ദേഹം യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ രഥം പല പല ദിശകളിലേക്കും കറങ്ങി എല്ലാവരും ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അർജുനൻ തീരുമാനിച്ചു, ഇനി ഇത് നല്ല സമയമാണ് ഭീഷ്മരെ വധിക്കാൻ എന്ന് പറഞ്ഞ അർജുൻ ശിഖണ്ഡിയെ ഭീഷ്മരുടെ മുമ്പിൽ നിർത്തി. എന്നിട്ട് അതിവേഗതയിൽ മുന്നോട്ട് നീങ്ങി. നല്ല ഉന്നം പിടിച്ച് ഭീഷ്മരുടെ വില്ലിനെ 2 തുണ്ടമാക്കി. ഇതേ സമയത്ത് ഇരുപക്ഷത്തിലുമുള്ള യോദ്ധാക്കൾ തമ്മിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അർജുനും ശിഖണ്ഡിയും വീണ്ടും ഭീഷ്മരുടെ അടുത്തോട്ട് നീങ്ങി. 2 പേരും അതിതീക്ഷണമായിട്ടുള്ള അസ്ത്രങ്ങൾ നല്ല ആഴത്തിൽ മുറിവേൽപ്പിക്കുന്ന രീതിയിൽ ഭീഷ്മർക്കെതിരെ എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അർജുൻ ഭീഷ്മരുടെ കുതിരകളെയെല്ലാം കൊന്നു, സാരഥിയും കൊന്നു. അതോടുകൂടി രഥം അവിടെ തന്നെ നിന്നു. ഒരു ചന്ദ്രകല ആകൃതിയിലുള്ള അസ്ത്രം അയച്ച് അദ്ദേഹത്തിൻ്റെ കുട തകർക്കുകയാണ്. രഥത്തിലുള്ള ആ കുടയെ തകർക്കുകയാണ്. ഭീഷ്മർ വീണ്ടും ഒരു വില്ലെടുക്കുകയാണ്. പക്ഷെ ഉടൻ തന്നെ അർജുൻ അതും തകർക്കുകയാണ്. ഒട്ടും താമസിക്കാതെ ഭീഷ്മർ ഒരു കുന്തം എടുത്ത് അർജുനെതിരെ എറിയുകയാണ്. പക്ഷെ 5 അസ്ത്രങ്ങൾ കൊണ്ട് ആ കുന്തത്തെ 6 കഷ്ണങ്ങളാക്കുകയാണ് അർജുൻ. മിന്നൽ മിനുങ്ങുന്നത് പോലെ ആ കുന്തം ഭൂമിയിൽ വന്ന് നിലംപതിക്കുകയാണ്. അർജുൻ ഭീഷ്മരുടെ എല്ലാ ആയുധങ്ങളെയും തകർക്കുകയാണ്. ഭീഷ്മർ ശ്രീകൃഷ്ണ ഭഗവാനെ ഒന്ന് നോക്കി. വളരെ വേഗതയിൽ ഭഗവാൻ വളരെ വിദഗ്ധമായിട്ട് അർജുൻ്റെ രഥം ഇങ്ങനെ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭീഷ്മർക്ക് മനസ്സിലായി, എൻ്റെ അന്ത്യം എത്തി, വിധി തീരുമാനമെടുത്തു കഴിഞ്ഞു. സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ എതിരെ നിൽക്കുമ്പോൾ എനിക്ക് ജയിക്കാൻ കഴിയില്ല എന്ന് ഭീഷ്മർക്ക് മനസ്സിലായി. ഭഗവാൻ യുദ്ധം ചെയ്യുന്നില്ലെങ്കിൽ പോലും ഭഗവാൻ എതിരെ നിൽക്കുന്ന ആ ഒറ്റ കാരണത്താൽ തന്നെ പാണ്ഡവർ അജയരായിട്ട് മാറിയിരിക്കുകയാണ്. ഭീഷ്മർ ആയുധങ്ങളെല്ലാം താഴെ വെച്ചു. ഇനി ഭീഷ്മർ എത്ര പരിശ്രമിച്ചാലും ഭീഷ്മർക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഭീഷ്മർക്ക് മനസ്സിലായി. ഭീഷ്മർ മരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. ആ സമയത്ത് ഒരു കൂട്ടം ഋഷിമാർ, അഷ്ടവസുക്കൾ ഭീഷ്മരോട് പറഞ്ഞു, നമ്മൾ ആഗ്രഹിക്കുന്നു നീ യുദ്ധം നിർത്തൂ, യുദ്ധത്തിൽ നിന്ന് നിൻ്റെ ഹൃദയത്തെ പിൻവലിക്കൂ, സമയമായി. ഭീഷ്മർ മാത്രമേ ഈ ശബ്ദം കേട്ടുള്ളൂ. അപ്പോൾ തന്നെ നല്ല കുളിർമയുള്ളൊരു കാറ്റ് അവിടുന്ന് വീശാൻ തുടങ്ങി. വാദ്യ ഉപകരണങ്ങൾ ദേവലോകത്തിൽ നിന്നും ദുന്ദുഭി നാദങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങി. ദേവന്മാർ പുഷ്പവൃഷ്ടി ചെയ്യാൻ തുടങ്ങി. ഭീഷ്മർ അവിടെ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശിഖണ്ഡി വില്ലുയർത്തി 9 അസ്ത്രങ്ങൾ ഭീഷ്മരുടെ നെഞ്ചത്ത് നോക്കി അയക്കുകയാണ്. അതെല്ലാം തുളച്ചു കയറി ഭീഷ്മരുടെ ഉള്ളിലേക്ക്. അതേ സമയത്ത് അർജുനൻ 25 അസ്ത്രങ്ങൾ അയക്കുകയാണ്. അത് വളരെ ശക്തമായിട്ട് ഭീഷ്മരെ കുലുക്കി എന്നുള്ളതാണ്. അതിനുശേഷം ഒരു 100 അസ്ത്രങ്ങൾ അർജുൻ അയച്ചു. സ്തംഭിച്ച് നിൽക്കുന്ന ഭീഷ്മർ അവസാനമായിട്ട് അർജുനെതിരെ ഒരു ആക്രമണം ചെയ്യാമെന്ന് പറഞ്ഞിട്ട്, കാരണം എന്തായാലും വീഴുമല്ലേ, അതുകൊണ്ട് എന്തായാലും യുദ്ധം ചെയ്ത് തന്നെ വീഴാമെന്ന് ഭീഷ്മർ തീരുമാനിക്കുകയാണ്.
ഇത്രയൊക്കെ അസ്ത്രങ്ങൾ കുത്തി തുളച്ച് കയറിയിട്ടും ഭീഷ്മർ വീണ്ടും വീണ്ടും തിരിച്ച് അർജുനെതിരെ അസ്ത്രങ്ങൾ അയക്കുകയാണ്, അല്ലെങ്കിൽ ശിഖണ്ഡി അയക്കുന്ന അസ്ത്രങ്ങളെയൊക്കെ തടുക്കുകയാണ്. അർജുൻ വീണ്ടും ഭീഷ്മരുടെ വില്ല് മുറിക്കുകയാണ്. അർജുൻ്റെ കണ്ണീന്ന് ചൂട് കണ്ണീരിങ്ങനെ ഒഴുകുകയാണ്. 1000 അസ്ത്രങ്ങൾ ഭീഷ്മർക്കെതിരെ എറിയുകയാണ്. ഹരേ കൃഷ്ണ. പാമ്പുകൾ മാളത്തിൻ്റെ ഉള്ളിലേക്ക് വേഗം കയറിപ്പോകുന്നത് പോലെ ഈ 1000 അസ്ത്രങ്ങളും ഭീഷ്മരുടെ ശരീരത്തെ തുളച്ച് കയറിപ്പോവുകയാണ്. അർജുനും ശിഖണ്ഡിയും ഒരേ സമയത്ത് അസ്ത്രങ്ങൾ അയക്കുന്നുണ്ടായിരുന്നുവെങ്കിലും ഭീഷ്മർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു അർജുൻ്റെ അസ്ത്രങ്ങൾ മാത്രമാണ് ഭീഷ്മരുടെ ഈ പാറ പോലെ ഇരിക്കുന്ന ശരീരത്തെ തുളച്ചു കയറുന്നത്. അർജുൻ ഭീഷ്മർ ഉറക്കെ പ്രഖ്യാപിച്ചു, ദുശാസനോട് പറഞ്ഞു. ദുശാസന അപ്പോഴേക്കും ഭീഷ്മരെ രക്ഷിക്കാൻ വീണ്ടും വരികയാണ്. ദുശാസനോട് പറയാം, ദുശാസന, ഇടി വെട്ടുന്ന പോലെ ഈ വരുന്ന അതിതീക്ഷണമായിട്ടുള്ള അസ്ത്രങ്ങൾ അത് ശിഖണ്ഡിയുടെ അസ്ത്രങ്ങളല്ല, പാർത്ഥൻ്റെ അസ്ത്രമാണ്. എനിക്ക് നന്നായിട്ട് അതിൻ്റെ വ്യത്യാസം തിരിച്ചറിയാൻ കഴിയുന്നു. കാരണം ഒരു ബ്രാഹ്മണൻ്റെ ദണ്ഡ് പോലെയാണ്, ഇന്ദ്രൻ്റെ വജ്രം പോലെയാണ് അർജുൻ്റെ അസ്ത്രങ്ങൾ. ദേവന്മാർക്ക് പോലും അത് തടുക്കാൻ കഴിയില്ല. പാമ്പുകൾ, വിഷം കൂടിയ പാമ്പുകൾ എങ്ങനെയാണോ ഇരയെ തുറിച്ചു നോക്കുന്നത്, തുറിച്ചു നോക്കി വിഷം ചീറ്റി ആക്രമിക്കുന്നത്, അതേപോലെ ആ ഓരോ അസ്ത്രങ്ങളും എൻ്റെ പ്രധാന അവയവങ്ങളെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. അർജുന് മാത്രമേ എന്നെ ഇങ്ങനെ തകർക്കാൻ കഴിയൂ. ഈ ലോകത്തുള്ള എല്ലാ യോദ്ധാക്കളും ഒന്നിച്ചാൽ പോലും അവർക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇത്രയും പറഞ്ഞിട്ടും ഭീഷ്മർ വലിയ നീളമുള്ള ഒരു കുന്തം എടുത്ത് അർജുനെതിരെ പൂർണ്ണ ശക്തിയോടുകൂടി എറിയുകയാണ്. അർജുൻ അതിനെ ഒരു 100 തുണ്ടാക്കുകയാണ് അസ്ത്രങ്ങൾ എറിഞ്ഞ്. ഗാണ്ഡീവത്തെ പൂർണ്ണമായിട്ടും വളച്ച് ഒരു 20 അസ്ത്രം അയച്ചു തുടർച്ചയായിട്ട്. പക്ഷേ ശിഖണ്ഡി നേരെ മുന്നിൽ നിൽക്കുന്നത് കണ്ടിട്ട് ഭീഷ്മർ ആയുധം പൊക്കിയില്ല, അർജുൻ്റെ ആക്രമണത്തെ തടഞ്ഞതുമില്ല. അർജുൻ തുടർച്ചയായിട്ട് കൊടുങ്കാറ്റ് പോലെ അസ്ത്രങ്ങൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്. 2 വിരൽ 2 അസ്ത്രങ്ങളുടെ ഇടയിൽ വെക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ഒരു ഗ്യാപ്പ് പോലും ഇല്ലായിരുന്നു. അത്രയ്ക്ക് അസ്ത്രങ്ങൾ ഭീഷ്മരുടെ ശരീരത്തെ തുളച്ചു കയറിയുന്നുള്ള. കൗരവരെല്ലാം സ്തംഭിച്ച് നോക്കി നിൽക്കെ ഭീഷ്മർ ആ അസ്ത്രങ്ങളെല്ലാം കൊണ്ട് പുറമോട്ടങ്ങ് വീഴുകയാണ്. ഭീഷ്മരുടെ ശിരസ് കിഴക്ക് ദിശയിലേക്ക്, തല കിഴക്ക് ദിശയിലേക്കാക്കി വീഴുകയാണ്. പൂർണ്ണമായിട്ടും അർജുൻ അയച്ച അസ്ത്രങ്ങൾ തുളച്ചു കയറി ആ അസ്ത്രങ്ങളിലാണ് ഭീഷ്മർ കിടക്കുന്നത്, ശരശയ്യ തന്നെ. ഭീഷ്മരുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗം പോലും ഭൂമിയെ സ്പർശിച്ചില്ല, ആ വിധം അസ്ത്രങ്ങൾ തുളച്ചു കയറിയെന്നുള്ള. കൗരവരെല്ലാവരും ദുഃഖത്തിലാണ്ടുപോയി. യുദ്ധകളത്തിലുള്ള എല്ലാവരും വിഷമിച്ചു. ദേവലോകത്തിൽ നിന്നും അശരീരി കേൾക്കുകയാണ്, ഗംഗാപുത്രൻ ഇപ്പോൾ എങ്ങനെയാണ് ഈ ശരീരം ഉപേക്ഷിക്കാൻ കഴിയുക? കാരണം ഇപ്പോൾ ഉത്തരായണം തുടങ്ങിയിട്ടില്ലല്ലോ, ദക്ഷിണായണമാണല്ലോ. ഇത് കേട്ടിട്ട് ഭീഷ്മർ പറഞ്ഞു, ഞാനിപ്പോഴും മരിച്ചിട്ടില്ല, ഞാനിപ്പോഴും ജീവനോടുണ്ട്. ഈ മരിക്കുന്നതിൻ്റെ ഇടയിലും ഭീഷ്മർ ശ്രദ്ധിച്ചു, ഇപ്പോൾ ഉത്തരായണമായിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് സ്വയം നിശ്ചയിക്കാൻ പറ്റും എപ്പോഴാണ് മരിക്കേണ്ടത്. കാരണം ഭീഷ്മർ പറഞ്ഞു, ഒരു യോഗി ഉത്തരായണ സമയത്ത് മാത്രമേ ശരീരം ഉപേക്ഷിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് ഉത്തരായണ കാലം വരെ ഞാൻ ഇവിടെ എൻ്റെ ജീവനെ പിടിച്ചു നിർത്തുന്നു. ദുര്യോധൻ്റെ കൂട്ടരും സംഭ്രാന്തിയിലായി. അവർക്ക് എന്ത് ചെയ്യണം, എന്ത് ചെയ്യേണ്ട ഒന്നും മനസ്സിലാവുന്നില്ല. അവരെല്ലാവരും അവരുടെ ആയുധങ്ങൾ താഴെ വെച്ചു. അപ്പോഴേക്കും സൂര്യൻ അസ്തമിച്ചു. കൗരവരെല്ലാ പ്രതീക്ഷകളും തകർന്ന്
ദുഃഖത്തിലാണ്ട് അവിടെ വന്നിരിക്കുകയാണ്. അവർക്ക് ആർക്കും അനങ്ങാനുള്ള ശക്തി പോലും ഇല്ല. ഇതേ സമയത്ത് പാണ്ഡവപക്ഷത്ത് ശംഖുകളെല്ലാം ഊതി യോദ്ധാക്കളെല്ലാം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. ആയിരക്കണക്കിന് കാഹളങ്ങളും മദ്ദളങ്ങളും ഒക്കെ കൊട്ടി, ഊത്തുകളും ദുന്ദുഭി ശബ്ദങ്ങളും എല്ലാം മുഴങ്ങി. ഭീഷ്മർ വീണു എന്നുള്ളൊരു ഒരു വാർത്ത അവിടെ പാണ്ഡവപക്ഷത്ത് എല്ലാവരും അറിഞ്ഞു എന്നുള്ളതാണ്. ഇരുപക്ഷത്തിലുള്ള യോദ്ധാക്കളും യുദ്ധം നിർത്തി അവരെവിടെയായിരുന്നോ അവിടെ നിർത്തുകയാണ്. ഈ ഒരു വിശ്വസിക്കാൻ പറ്റാത്ത വാർത്ത അവർ കേട്ടപ്പോൾ അവർക്ക് ഒരുപാട് വിഷമായി. അരയന്നങ്ങളുടെ രൂപം ധരിച്ച് പല പല ഋഷിമാരും സ്വർഗലോകത്തിൽ നിന്ന് താഴോട്ട് വരികയാണ്. അവരെല്ലാവരും ഭീഷ്മരുടെ അടുത്തേക്ക് വന്ന് ഭീഷ്മരെ കാണുകയാണ്. ഭീഷ്മർ അപ്പോൾ യോഗനിദ്രയിലാണ്ട് ഇരിക്കുകയാണ്. സിദ്ധന്മാരും ചാരണന്മാരും എല്ലാവരും ആകാശത്ത് നിന്ന് ഭീഷ്മരെ സ്തുതിക്കുകയാണ്. അങ്ങനെ ഇരുട്ടായി. ഭൂമി കരയുന്ന രീതിയിലായിരുന്നു. വേദങ്ങൾ അറിയാവുന്ന ഏറ്റവും ഉത്തമ ഋഷിയായിരുന്നു ഇദ്ദേഹം എന്ന് എല്ലാവരും പറയുന്ന പോലെ തോന്നുകയാണ്. ദുര്യോധന ഒരു ദീർഘശ്വാസം എടുത്തു. ഒരുപാട് വിഷമത്തിലാണ്ട് ദുര്യോധന. അതിവേഗതയിൽ ദ്രോണരുടെ അടുത്തേക്ക് എത്തി. കാരണം യുദ്ധം ചെയ്ത ദ്രോണാചാര്യർ ഒരുപാട് ദൂരെയായിരുന്നു. ഭീഷ്മർ വീണ കാര്യം ദ്രോണാചാര്യരെ അറിയിച്ചു. ഇത് കേട്ട ഉടൻ തന്നെ ദ്രോണാചാര്യർ ബോധം കെട്ട് വീഴുകയാണ്. സ്വബോധം തിരിച്ചു കിട്ടിയപ്പോൾ കൗരവരോട് പിന്മാറാൻ പറയുകയാണ്. എല്ലാ കൗരവരും ഭീഷ്മർ കിടക്കുന്ന ഭാഗത്തേക്ക് വരികയാണ്. ഭീഷ്മർ വീണു എന്നറിഞ്ഞപ്പോൾ ഭീമൻ രഥത്തിൽ നിന്ന് ചാടി നൃത്തം ചെയ്യാൻ തുടങ്ങി. പക്ഷെ അർജുൻ ഒരു സന്തോഷവും പ്രകടിപ്പിച്ചില്ല. ഭഗവാൻ കൃഷ്ണനോട് രഥത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കാൻ പറഞ്ഞു. ഭീഷ്മർ കിടക്കുന്നതിൻ്റെ അടുത്തേക്ക് ബില്ലെല്ലാം താഴെ വെച്ച് വില്ല് കയ്യിൽ പിടിച്ചുകൊണ്ട് അർജുൻ രഥത്തിൽ നിന്ന് താഴെ ഇറങ്ങുകയാണ്. എന്നിട്ട് ഭീഷ്മരുടെ മുമ്പിൽ കൈകൂപ്പി പറയുകയാണ്, പിതാമഹ, ഞാൻ അങ്ങയ്ക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് അങ്ങ് പറയും. സംസാരിക്കുമ്പോൾ അർജുൻ ഒട്ടും സംസാരിക്കാൻ പറ്റുന്നില്ല, തൊണ്ടയിടറുകയായിരുന്നു. അങ്ങ് എന്ത് ആജ്ഞ നൽകിയാലും അത് നിറവേറ്റപ്പെടും എന്ന് പറഞ്ഞു. ഭീഷ്മർ കണ്ണു തുറന്നു. എന്നിട്ട് വളരെ ബുദ്ധിമുട്ടി പറഞ്ഞു, ഫാൽഗുണി, എൻ്റെ തല ഇങ്ങനെ കിടക്കുന്നത് നീ കണ്ടില്ലേ? എനിക്ക് അനുയോജ്യമായിട്ടുള്ളൊരു തലയാണ കൊണ്ടുവരും. നിനക്ക് മാത്രമേ ഇത് ചെയ്യാൻ കഴിയൂ. ഭീഷ്മരുടെ ഉദ്ദേശത്തെ മനസ്സിലാക്കി അർജുൻ വില്ലുയർത്തി ഒരു കൂട്ടം അസ്ത്രങ്ങൾ അയച്ചു. വേദമന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് അത് ഭീഷ്മരുടെ തലയെ താങ്ങി നിർത്തുന്ന രീതിയിൽ അവിടെ ഭൂമിയിൽ തുളച്ചു കയറുകയാണ്. ഭീഷ്മർ ചിരിച്ചു. ഭീഷ്മരുടെ കൈ മൊത്തം, ശരീരം മൊത്തം അസ്ത്രങ്ങളെ കൊണ്ട് കുത്തി നിറച്ചിരിക്കുകയാണ്. പക്ഷെ എന്നിട്ടും അദ്ദേഹത്തിൻ്റെ വലത് കൈ ഉയർത്തി അർജുനെ അനുഗ്രഹിക്കുകയാണ്. പാണ്ഡുപുത്ര, നീ എൻ്റെ ആഗ്രഹത്തെ മനസ്സിലാക്കി. ഒരു യോദ്ധാവിനെ സംബന്ധിച്ചിടത്തോളം ഇത് തന്നെയാണ് ഏറ്റവും നല്ല തലയാണ. ഭീഷ്മർ ചുറ്റും നോക്കി. പാണ്ഡവരും കൗരവരും ഒത്തുകൂടിയിരിക്കുകയാണ്. എല്ലാവരും കൈ കൂപ്പി നിൽക്കുകയാണ്. ദുര്യോധൻ്റെ സഹോദരങ്ങൾക്കും ഒരുപാട് നാണംകെട്ട അവസ്ഥയിലായിരുന്നു അവർ നിൽക്കുന്നത്. ഒരുപാട് നാണക്കേട് അവർക്ക് തോന്നി. ഭീഷ്മരെ സംരക്ഷിക്കാൻ അവർക്ക് കഴിഞ്ഞില്ലല്ലോ. കൗരവരുടെ നേതൃത്വം വഹിച്ച പിതാമഹൻ ഇപ്പം വീണിരിക്കുകയാണ്. ദുര്യോധൻ ഒരുപാട് ദുഃഖത്തിലാണ്ട് പോയി. ദുര്യോധൻ ചിന്തിക്കുകയായിരുന്നു, ദുര്യോധൻ്റെ ഒറ്റ വാശി കൊണ്ടാണ് ഭീഷ്മർ യുദ്ധം ചെയ്തതും അപ്പോൾ അവസാനം ഭീഷ്മർ വീണതും ഞാൻ കാരണമാണ് എന്ന് ദുര്യോധൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്. കൗരവരുടെ ആ അവസ്ഥ കണ്ടിട്ട് ഭീഷ്മർ പറഞ്ഞു,
ഒരു യോദ്ധാവ് ആഗ്രഹിക്കുന്ന ഒരു അന്ത്യമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഒരു യോദ്ധാവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഒരു കിടക്കയാണിത്. അധികം താമസിക്കാതെ തന്നെ ഉപരിലോകങ്ങളിലേക്ക് ഞാൻ പോകുന്നതായിരിക്കും. അതുകൊണ്ട് ഞാൻ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വിദഗ്ധരായിട്ടുള്ള വൈദ്യർ പല പല മരുന്നുകളുമായിട്ട് ഭീഷ്മരുടെ അടുത്തേക്ക് എത്തി. ഭീഷ്മർ എഴുന്നേറ്റിട്ട് തല ഉയർത്തിയിട്ട് പറഞ്ഞു, രാജാക്കന്മാരെ, ഇവർക്ക് എല്ലാവിധ ബഹുമാനവും കൊടുത്ത് ദക്ഷിണയും കൊടുത്ത് ഇവർക്ക് വേണ്ട ഉപഹാരങ്ങളും കൊടുത്ത് ഇവരെ പറഞ്ഞയക്കും. എനിക്കിനി ഈ വൈദ്യരുടെ ആവശ്യമില്ല. എൻ്റെ അന്ത്യം എത്തിയിരിക്കുകയാണ്. ഞാൻ അതിനെ സ്വീകരിക്കുകയാണ്. അതുകൊണ്ട് ഈ വൈദ്യരെ ഇവരുടെ ചികിത്സ എനിക്ക് സ്വീകരിക്കാൻ കഴിയില്ല. ഞാൻ ഈ ശരശയിൽ കിടന്ന് തന്നെ മരിക്കാൻ ആഗ്രഹിക്കുകയാണ്. സൂര്യൻ ഉത്തരായണ ദിശയിലേക്ക് എത്തുന്നത് വരെ ഞാൻ ഇവിടെ ഇങ്ങനെ കിടക്കുകയാണ്. അതിനുശേഷം ഞാൻ ഉപരിലോകങ്ങളിലേക്ക് പോവുകയാണ്. വീണ്ടും ഭീഷ്മർ ശരശയിലേക്ക് കിടക്കുകയാണ്, കണ്ണടച്ചു. ദുര്യോധൻ വൈദ്യരെയെല്ലാം പറഞ്ഞയക്കുകയാണ്. കുറച്ചു നേരം ശാന്തനായിട്ട് ഭീഷ്മരെ നോക്കിക്കൊണ്ടേയിരുന്നു. അതിനുശേഷം കൗരവരും മറ്റ് ദുര്യോധനും സഹോദരങ്ങളും 3 പ്രാവശ്യം പ്രദക്ഷിണം ചെയ്ത് അവിടുന്ന് പോവുകയാണ്. പിന്നെ അവരവരുടെ ശിബിരത്തിലേക്ക് പോവുകയാണ്. പാണ്ഡവരും ഭീഷ്മർക്ക് എല്ലാവിധ ബഹുമാനവും അർപ്പിച്ചു. പോകുന്ന സമയത്ത് യുധിഷ്ഠിരൻ ഭഗവാൻ കൃഷ്ണനോട് പറയണം, ജനാർദ്ദന, അങ്ങയുടെ കാരുണ്യത്താൽ ആർക്കും വിജയത്തിലേക്ക് തിരിയാൻ കഴിയും. അങ്ങ് മാത്രമേ നമുക്കൊരു ആശ്രയമുള്ളൂ. അങ്ങ് അങ്ങയുടെ ഭക്തരെ എപ്പോഴും സംരക്ഷിക്കും. അങ്ങ് ആരുടെ കൂട്ടത്തിലുണ്ടോ അവർക്ക് ഏത് അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങളും നടത്താൻ പറ്റും. ഭഗവാൻ ഇത് കേട്ടിട്ട് പറഞ്ഞു, ഇങ്ങനെയുള്ള വാക്കുകൾ അങ്ങയുടെ വായിൽ നിന്നേ വരികയുള്ളൂ എന്ന് ഭഗവാൻ പറയുകയാണ്. എന്തായാലും വിജയം ഇനി അധികം ദൂരെയല്ല എന്നുള്ള പ്രതീക്ഷയോടു കൂടി പാണ്ഡവർ വിശ്രമിക്കുകയാണ്. പക്ഷെ കൗരവർ ദുഃഖത്തിലാണ്ട് പോവുകയാണ്. ഹരേ കൃഷ്ണ. അങ്ങനെ ഇന്നത്തെ മഹാഭാരതം ഇവിടെ കഴിയുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു അധ്യായത്തിൽ നിന്ന് പഠിക്കാൻ പറ്റും. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി നാളെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇനി എന്താ സംഭവിക്കുന്നത്? ഇനി ദ്രോണാചാര്യർ സേനാപതിയാവുകയാണ്. അതിനുശേഷം എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്ക് നോക്കാം. ഹരേ കൃഷ്ണ.